ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമ്മുടെ 2025 പാസ്പോർട്ടിന്റെ അപ്ലൈ ചെയ്യാനുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. 5 മെയിൻ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് പാസ്പോർട്ട് എടുക്കാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ആക്ച്വലി ചേഞ്ചസ് ബാധകമാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ കിഡ്സിനൊക്കെ വേണ്ടിയിട്ട്, നിങ്ങളുടെ പുതിയ ന്യൂ ബോൺ കിഡ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പാസ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ സാധനം നിങ്ങളെ അഫക്ട് ചെയ്യുന്ന വെച്ചാൽ പുതിയ റൂൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ 5 മെയിൻ ചേഞ്ചസും സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇറങ്ങാണ്ട് മുമ്പ് ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസിലാണ് നമ്മൾ ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും എക്സ്ട്രാ സർട്ടിഫിക്കേഷനൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാം സംഭവത്തിലൊക്കെ. ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചേഞ്ച് എന്ന് തന്നെ പറയുന്നത്, നിങ്ങളൊരു 1 ഒക്ടോബർ 2023 ശേഷം ജനിച്ച ആളാണെങ്കിൽ നിങ്ങൾ പാസ്പോർട്ട് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതായത് 1 ഒക്ടോബർ 2023 ശേഷം ജനിച്ചു കൊടുക്കുക. അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ ഇനി ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ട് എടുക്കുള്ളൂ. ബാക്കി ഒരു ഡോക്യുമെൻ്റ് എടുക്കില്ല. അപ്പോൾ ഇതിന് മുമ്പ് ജനിച്ചുള്ള ആൾക്കാർക്ക് നമുക്ക് വേറെ ഇഷ്ടംപോലെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ പാൻ കാർഡ് ആയിക്കോട്ടെ, ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ, ഏതായാലും നമുക്ക് അക്സെപ്റ്റഡ് ആണ്. പക്ഷേ ഈ ഒക്ടോബർ 2023 ശേഷം ജനിച്ചവർക്ക് ഈ നമ്മുടെ എന്താ പറയുക ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് കേട്ടോ. അതല്ലാണ്ട് ഇനി കിട്ടില്ല. അതാണ് ആദ്യത്തെ ചേഞ്ചസ് വന്നിരിക്കുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ഉണ്ട്. അതാണ് ആദ്യത്തെ ചേഞ്ച്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് ഇനി നമ്മുടെ ഡിജിറ്റലി എംബഡ് ചെയ്യും. നമ്മുടെ പാസ്പോർട്ടിൽ ഇനി നമ്മുടെ അഡ്രസ്സ് ഡിജിറ്റലി എംബഡ് ചെയ്തിട്ടാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ റെസിഡൻഷ്യൽ അഡ്രസ് വിൽ ലോങ്ങർ ബി പ്രിന്റഡ് ഓൺ ദ ലാസ്റ്റ് പേജ് ഓഫ് ദ പാസ്പോർട്ട്. ഇനി പ്രിന്റ് ചെയ്യില്ല, ഡിജിറ്റലി എംബഡ് ചെയ്യുക, നമ്മുടെ QR കോഡ് ലോഗോ ഒക്കെ പോലെ കേട്ടോ. അതാണ് രണ്ടാമത്തെ ചേഞ്ച് വന്നിരിക്കുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത് കളർ കോഡിംഗ് സിസ്റ്റത്തിന്റെ പുതിയ ഇൻട്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാം ഡിഫറെൻറ്റ് ആൾക്കാർക്ക് ഡിഫറെൻറ്റ്, പക്ഷേ നമ്മുടെ നോർമൽ ആൾക്കാർക്ക് ഇപ്പോഴും ബ്ലൂ തന്നെയാണ് കേട്ടോ. അതാണ് കളർ കോഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയില്ല, മൾട്ടിപ്പിൾ കളേഴ്സ് ഇന്ത്യൻ പാസ്പോർട്ടുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. റെഡ് പാസ്പോർട്ട് ഫോർ ഡിപ്ലോമാറ്റ്സ്, വൈറ്റ് പാസ്പോർട്ട് ഫോർ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ബ്ലൂ നോർമൽ ബാക്കിയുള്ള ആൾക്കൂട്ടാം. പിന്നെ അടുത്തത് പറയുന്നത് നമ്മുടെ പാരൻസിൻ്റെ നെയിം പാസ്പോർട്ടൊന്നും ഇനി ഉണ്ടാവില്ല. അത് റിമൂവ് ചെയ്യാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അതായത് ദ റിവൈസ് റൂൾ എലിമിനേറ്റ് ദ നീഡ് ദാറ്റ് പാരൻസ് നെയിം അപ്പിയർ ഓൺ ദ ലാസ്റ്റ് പേജ്. ലാസ്റ്റ് പേജിൽ പാസ്പോർട്ടിൽ നമുക്ക് ഇനി പാരന്റ് പേജ് ഉണ്ടാവില്ല കേട്ടോ. ദിസ് മെത്തേഡ് ഹെൽപ്സ് പ്രിവെന്റ് അൺനെസറി ഡിസ്ക്ലോഷർ ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ വിച്ച് ഇസ് എസ്പെഷ്യലി അഡ്വഞ്ചറസ് ഫോർ ദോസ് സിംഗിൾ പാരൻസ് ഒക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് സംഭവം വന്നിരിക്കുന്നത്. അടുത്ത റൂൾ എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ്. കേന്ദ്രാസ് എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ 200-210 സാധനം 600 ആക്കാനുള്ള വന്നത്. അതായത് നിങ്ങൾക്ക് അറിയില്ല, അപ്പോൾ ഇനി മെയിൻ ഇപ്പോൾ ഇല്ലാത്ത ഏരിയാസൊക്കെ ഉണ്ട്, പാസ്പോർട്ട് സേവാ കേന്ദ്രം ഇല്ലാത്ത കുറേ ഏരിയാസുകളൊക്കെ ഉണ്ട്. അത് അവർ പാസ്പോർട്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസായിട്ടും അവർ ടൈപ്പ് ചെയ്തിട്ട് അവിടെയും തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ റിമോട്ട് ഏരിയയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ മെയിൻ ടൗൺ ഏരിയയിലേക്ക് വരേണ്ടി വരില്ല, പാസ്പോർട്ട് സേവ ഓഫീസിലേക്ക് വരേണ്ടി വരില്ല, നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നല്ലൊരു മൂവ് തന്നെയാണ്. അതിൻ്റെ പേര് വരുന്നത് പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രാസ് എന്നാണ്. അതായത് POPSK 442. 212 അല്ലടാ, 442 ഉണ്ട്. അത് 600 ആക്കും ഇപ്പോൾ. അപ്പോൾ അതൊരു ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ 5 ചേഞ്ചസ് വന്നേക്കുന്നത് നമ്മുടെ പാസ്പോർട്ടിൽ. അപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് കാലം മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയറൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ട് വന്നു. അപ്പോൾ അത് കാണാത്ത പോയി കണ്ടു. കഴിഞ്ഞ് ഞാൻ വേണമെങ്കിൽ മുകളിൽ കൊടുക്കാം. ആരെങ്കിലും പുതിയതെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.